ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഒരു പിതാവ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വന്ന് സമീപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എൻ്റെ മോൻ എന്നെ തല്ലുന്നു, എൻ്റെ മോൻ എന്നോട് പരുഷമായി പെരുമാറുന്നു, എൻ്റെ മകൻ എന്നെ പീഡിപ്പിക്കുന്നു എന്നൊരു പിതാവ് കണ്ണുനീർ പൊടിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അരികിലേക്ക് വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മുഖം ചുമന്നു. കാരണം സമാധാനത്തിൻ്റെ, പീസിൻ്റെ, സമാധാനപൂർണമായ ഭരണാധികാരത്തിൻ്റെ ഉടമയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാക്ക് കേട്ടപ്പോൾ ഗൗരവത്തോടുകൂടെ, ഉമറിൻ്റെ ഭരണകാലത്ത് ബാപ്പയടിക്കുന്ന മകനോ, ബാപ്പയോട് ക്രൂരമായി പെരുമാറുന്ന മകനോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ ആ ദർബാറിലേക്ക് വിളിപ്പിച്ചു. ആ മകനോട് ചോദിച്ചു, സ്വന്തം ഉപ്പയോടുള്ള ബാധ്യതകൾ, സ്വന്തം ഉപ്പയോടുള്ള ഹക്കുകൾ, സ്വന്തം ഉപ്പയോടുള്ള മര്യാദ നിനക്കറിയില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ മകനോട് ചോദിച്ചപ്പോൾ ആ മകൻ തിരിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, മാതാപിതാക്കളോട് മക്കൾക്ക് വലിയ കടപ്പാടുണ്ട്, മാതാപിതാക്കളോട് മക്കൾക്ക് വലിയ ഹക്കുകളുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മാതാപിതാക്കൾക്ക് മക്കളോടൊരു കടമയുമില്ലേ, ഹക്കുമില്ലേ? ഈ മാതാപിതാക്കൾക്ക് മക്കളോട് ഒരു ഹക്കുമില്ലേ, കടമയുമില്ല? അതാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുന്നു. മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി സലാസതു അഷിയാ അൻ യുഹ്സിന ഇസ്മഹു ഇദാ വുലിദ വ അൻ യുഅല്ലിമഹുൽ കിതാബ ഇദാ ഖല വ അൻ യുസവ്വിജഹു ഇദാ ദറക. നല്ല പേരിട്ട് കൊടുക്കണം, നല്ല ഇൽമ പകർന്നു കൊടുക്കണം, നല്ല ഇണയെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അല്ലാഹുവേ, ഹഖ് നിർവഹിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. ഇത് കേട്ടിട്ട് ആ മോന് കണ്ണുനീരോടുകൂടെ പറഞ്ഞു, എങ്കിൽ എൻ്റെ ബാപ്പ ഈ 3 ഹക്കുകളും നിർവഹിച്ചിട്ടില്ല. എനിക്കെൻ്റെ ബാപ്പ ഇട്ട പേര് സ്വഖർ എന്നാണ്, പ്രാപ്പിടിയൻ എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ മോശപ്പെട്ട ഒരു പേരാണ് എനിക്കെൻ്റെ ബാപ്പ ഇട്ടു തന്നത്. അതുപോലെ വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരക്ഷരം പോലും എൻ്റെ ബാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ദുസ്വഭാവിയായ ഒരു ഇണയാണ് എനിക്ക് വേണ്ടി ബാപ്പ സെലക്ട് ചെയ്ത് തന്നത്. നിങ്ങളാ പറഞ്ഞ 3 കാര്യങ്ങളും എൻ്റെ ബാപ്പ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, എൻ്റെ ബാപ്പ ജീവിതത്തിൽ നിർവഹിച്ചിട്ടില്ല. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ബാപ്പാൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നൊരു വാക്കുണ്ട്, സ്വന്തം മക്കളോട് ചെയ്യേണ്ട കടമകളും ബാധ്യതകളും ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാതെ മക്കൾ അങ്ങനെയായി ഇങ്ങനെയായി എന്ന പരാതിയുമായി വന്നിരിക്കുകയാണല്ലേ, ദയവ് ചെയ്ത് കടന്നു പോവണം എൻ്റെ മുന്നിൽ നിന്ന് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സഗൗരവം ശാസിക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഗതികേടിൽ നിന്ന് നമുക്കെല്ലാവർക്കും കാവല് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മളിൽ നിന്ന് മക്കൾ ധാരാളം നന്മയുടെ സുഹൃതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കണം. ഒരു സമൂഹത്തിൻ്റെ ഫാക്ടറിയാണ് കുടുംബം, ഒരു സമൂഹത്തിൻ്റെ ഫാക്ടറിയാണ് മാതാപിതാക്കൾ. ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, ഇന്നല്ലാഹ യുസ്ലിഹു ബിസ്വലാഹിർ റജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി വഖലദു വയറതിഹി വഖലദു വയറാത്തിൻ ഹൗല ഫലാ യസാലൂന ഫീ ഹിഫ്ളില്ലാഹി മാദാമ ഫീഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾപ്പിക്കുന്നു, ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും സുഹൃതം കൊണ്ട് അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ മക്കൾ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ അവരുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്നവർ എല്ലാവരും നന്മയുടെ പ്രണേതാക്കളായി നന്മയുടെ പ്രചാരകരായി തീരുന്നു. അതുകൊണ്ട് നന്മയുടെ വടവൃക്ഷങ്ങളായി മാറാൻ നമുക്ക് കഴിയണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിവന്ദ്യ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു, ആ ചരിത്രം ഇവിടെ നന്നായി പറയണം. കാരണം അഹ്ലുബൈത്തിന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ, അഹ്ലുബൈത്തിന്റെ ജീവിത പാരമ്പര്യം എടുത്തു നോക്കുമ്പോൾ ആ നന്മയുടെ സുഹൃതം മക്കൾക്ക് നന്നായി പകർന്നു കൊടുത്ത ഒരുപാട് അനുഭവങ്ങൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ഏറ്റവും പ്രിയപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു തൻ്റെ അമ്മാവനായ ഹിന്ദു ഇബ്നു അബീ ഹാല റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നു. ഹിന്ദു ഇബ്നു അബീ ഹാല റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരർത്ഥത്തിലുള്ള രക്ഷകർത്താവാണ്. അമ്മാവനാണ്, രക്ഷകർത്താവാണ്. ആ രക്ഷകർത്താവിൻ്റെ മുന്നിലിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, സഅൽതു ഖാലി ഹിന്ദ ഇബ്നു അബീ ഹാല വകാന വസ്വാഫൻ അൻ ഹില്യത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഷ്തഹി. ഹസൻ റളിയല്ലാഹു അൻഹു തൻ്റെ അമ്മാവനായ രക്ഷകർത്താവിനരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എനിക്ക് ലോകത്തിൻ്റെ നേതാവ്, കണ്ണിൻ്റെ കുളിർമ, ജീവാർപ്പണത്തിൻ്റെ കേന്ദ്രം, ആത്മാർപ്പണത്തിൻ്റെ ബിന്ദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം നന്നായൊന്ന് പറഞ്ഞു തരണം, ആ സൗന്ദര്യം നന്നായൊന്ന് അവതരിപ്പിച്ചു തരണം. ഒരു ചെറിയൊരു പേരക്കുട്ടി സ്വഹാബി വര്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ കളിച്ചു വളർന്ന മോനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യവും ആ കയ്യിൻ്റെ സൗന്ദര്യവും ആ ശരീരത്തിൻ്റെ നൈർമല്യവും എല്ലാം ഹസൻ റളിയല്ലാഹു അൻഹുവിന് നന്നായി അറിയാം. എന്നാലും അമ്മാവനായ ഹിന്ദു ഇബ്നു അബീ ഹാല റളിയല്ലാഹു അൻഹുവിൻ്റെ ചുണ്ടിൽ നിന്ന് ആ നന്മയുടെ മധുരം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഈ ഹദീസ് അല്ലാമ തിർമിദി റളിയല്ലാഹു അൻഹു ശമാഇൽ തിർമിദി എന്ന കിതാബിൽ വളരെ നന്നായി കൈകാര്യം ചെയ്തത് കാണാം. ഹിന്ദു ഇബ്നു അബീ ഹാല അമ്മാവനാണ്, രക്ഷകർത്താവാണ്. ആ മോനെ മുന്നിലിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്മൻ മുഫഖമാ യതലഅലഉ വജ്ഹുഹു തലഅലു അൽ ഖമരി ലൈലത്തൽ ബദർ അത്വല മിനൽ മർബൂ അഖ്സറ മിനൽ മുശദ്ദബ് അളീമൽ ഹാമ റജില അശ്ശഅർ ഇനിം ഫറഖത് അഖീഖതുഹു ഫറഖാ വഇല്ലാ ഫലാ യുജാവിസു ശഅറുഹു ശഹ്മത ഉദനൈഹി ഇദാ ഹുവ വഫറ അസ്ഹറുൽ ലൗൻ വാസിഉൽ ജബീൻ അസജുൽ ഹവാജിബ് സവാബിഗു ഫീ ഗൈരി ഖറൻ ബൈനഹുമാ ഇർഖുൻ യുദിറുഹുൽ ഗളബ് അഖ്നൽ ഇർനീൻ ലഹു നൂറുൻ യഅലു യഹ്സബുഹു മൻ ലം യതഅമ്മൽ വശമ്മ കസ്സുൽ ലിഹിയ സഹലുൽ ഖദ്ദൈനി ളലീഉൽ ഫമി മുഫല്ലജുൽ അസ്നാൻ ദഖീഖുൽ മസ്റുബ കഅന്ന ഉനുഖഹു ജീദു ദുംയത്തിൻ ഫീ സഫാഇൽ ഫില്ല മുഅ്തദിലുൽ ഖൽഖ് ബാദിനുൻ മുതമാസിക് സവാഉൽ ബത്നി വസ്സദർ അരീലു സദർ ബഈദു മാ ബൈനൽ മൻകിബൈനി ലഖ്മുൽ കറാദീസ് അൻവറുൽ മുതജരിദ് മൗസൂലു മാ ബൈനൽ ലബ്ബതി വസുറതി ബിശൈറിൻ യജ്രി കൽ ഖത്വി ആരിസദിയൈനി വൽ ബത്നി മിമ്മാ സിവാ ദാലിക അശ്അറു ദിറാഅൈനി വൽ മൻകിബൈനി വഅആലി സദർ طويل الزندين شثن الكفين والقدمين رحب الراحة سائل الأطراف خمسان الأخمسين مسيح القدمين ينبو عنهما الماء إذا زال زال تقلعا ويخطو تكفيا ويمشي هونا ذريع المشيا إذا مشى فكأنما ينحط من صبب وإذا التفت التفت جميعا خافض الطرف ونظره إلى الأرض يطول من نظري إلى السماء جل نظره الملاحظة ويسوق وصحابا ويبدر من لقي بالسلام. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ സൗന്ദര്യം അവതരിപ്പിക്കുന്നത്, അത്യുന്നതമായ ചമൽക്കാരം അവതരിപ്പിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ നാഥനായ അമ്മാവനാണ്, രക്ഷകർത്താവാണ്. ആ കുഞ്ഞുമോൻ ഇങ്ങനെ കേട്ടു നിൽക്കുന്നു. ഈ രണ്ടുപേരും സ്വഹാബികളാണ്. രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി അനുഭവിക്കുകയും നന്നായി കാണുകയും നന്നായി അനുഭവിക്കുകയും ചെയ്ത മഹൽ വ്യക്തിത്വങ്ങളാണ്. എന്നിട്ടും സ്വന്തം അമ്മാവൻ്റെ ചുണ്ടിൽ നിന്ന് ദീർഘനേരം ഹസൻ എന്ന് പറയുന്ന കുഞ്ഞുമോൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൻ്റെ സൗന്ദര്യവും കാതിൻ്റെ സൗന്ദര്യവും ആ കവിളിൻ്റെ സൗന്ദര്യവും ആ കയ്യിൻ്റെ ചമൽക്കാരവും ആ നടത്തത്തിൻ്റെ ശൈലിയും ആ നോട്ടത്തിൻ്റെ ഗാംഭീര്യവും
കാരുണ്യവും ആ വിരിമാറിൻ്റെ സൗന്ദര്യവുമെല്ലാം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ മക്കൾക്കോ പേരമക്കൾക്കോ ബന്ധുക്കൾക്കോ കൂട്ടുകുടുംബാംഗങ്ങൾക്കോ അവരെ ഒരുമിച്ചിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, ധാർമ്മികമായ വിജ്ഞാനത്തെ സംബന്ധിച്ച്, ഹൃദയത്തിൽ ഈമാൻ കൂട്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടോ? ഹസൻ റളിയല്ലാഹു അൻഹുവിനും അവരുടെ അമ്മാവനായ ഹിന്ദു ബിൻ അബീ ഹാല റളിയല്ലാഹു അൻഹുവിനും ആ മനോഹരമായ അനുഭവങ്ങൾ പറയാൻ കഴിയുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കത് പ്രചോദനമാക്കണേ റബ്ബേ. നല്ല വടവൃക്ഷത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലങ്ങൾ ലോകത്ത് അത്ഭുതം കാണിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഹിജാസിൽ നിന്നൊരു ടീം വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാൻ വേണ്ടി ഒരു ചെറിയ കുട്ടിയെ മുന്നോട്ടേക്ക് തള്ളി. ആ ചെറിയ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹ്ലൻ യാ ഗുലാം ലിയതകല്ലം മൻ ഹുവ സന്നു മിൻക. സംസാരം നിർത്തുമോനെ, നിന്നേക്കാളും പ്രായമുള്ള എത്രയോ ആളുകൾ നിന്റെ കൂടെയില്ലേ? അവരല്ലേ സംസാരിക്കേണ്ടത്? അവരല്ലേ സംസാരിക്കേണ്ടത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദബ് പഠിപ്പിക്കുക, സംസ്കാരം പഠിപ്പിക്കുക എന്ന നിലക്ക് ആ മോനോട് പറഞ്ഞു. ചെറിയ മോനാണ്, 9 അല്ലെങ്കിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള മോനാണ്. ആ മോന് തിരിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മഹ്ലൻ യാ അമീറൽ മുഅ്മിനീൻ ലൗ കാന അൽഇതിബാറു ബിസിൻ ലകാന ഫീ ഹാദിഹിൽ ഉമ്മ അസന്നു മിൻക ഫഇന്നഹു ഔലാ ബിൽ കലാം വതകല്ലുമി വതലഫുൽ. അഥവാ ഈ സമുദായത്തിൽ നിങ്ങളെക്കാളും പ്രായമുള്ള എത്രയോ ആളുകളുണ്ടല്ലോ, അവരല്ലേ അധികാരദണ്ഡ് വഹിക്കേണ്ടത്, അവരല്ലേ അധികാര ചെങ്കോല് വഹിക്കേണ്ടത്. നിങ്ങളെക്കാളും പ്രായമുള്ള എത്രയോ ആളുകൾ ഉണ്ടായിട്ടും എന്തിനാണ് ഈ സ്ഥാനത്ത് നിങ്ങളിരിക്കുന്നത്? പ്രായമാണ് മാനദണ്ഡമായി നിൽക്കുന്നതെങ്കിൽ നിങ്ങളെക്കാളും പ്രായമുള്ള എത്രയോ ആളുകൾ ഇവിടെയുണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉത്തരം മുട്ടി. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുഞ്ഞുമോനോട് പറഞ്ഞു, മോനെ, നീ നല്ല മോനാണ്, നിന്നിൽ നല്ല ഔഷധമുണ്ട്, അതുകൊണ്ട് നല്ല ഉപദേശം വേണം. Can you advise me good advice? നിന്നിൽ നല്ല വിജ്ഞാനത്തിൻ്റെ ഔഷധമുണ്ട്, മെഡിസിൻ ഉണ്ടെന്ന് മനസ്സിലായി, അതുകൊണ്ട് നല്ല ഉപദേശം വേണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 50-ലധികം വയസ്സുള്ളയാളാണ്. 9 അല്ലെങ്കിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമോനോട് ഇൽമ് ആവശ്യപ്പെടുന്നു. ഈ കഥയുടെ അവസാന ഭാഗത്താണ് ക്ലൈമാക്സ്. ആ കുഞ്ഞുമോൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് നല്ല ഇൽമു പകർന്നു കൊടുക്കുന്നു. ഇന്നമൽ മർഉ ബി അസ്ഗറൈഹി ബിലിസാനിഹി വഅഖ്ലിഹി ഫൈദാ മനഹല്ലാഹുൽ അബ്ദ ഖൽബൻ ഹാഫിളാ വലിസാനൻ ലാഫിളാ ഫഖദ് ഇസ്തജാദ ലഹുൽ ഹില്യാ. ഒരു മനുഷ്യനായി പരിഗണിക്കപ്പെടുന്നത് രണ്ട് ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ്. അഥവാ ഇൽമു സൂക്ഷിച്ചു വെക്കുന്ന മനസ്സുകൊണ്ടും ഇൽമു പ്രതിപാദിക്കുന്ന നാക്കുകൊണ്ടും. ഇന്നമൽ മർഉ ബിയസ്ഗറൈഹി ബിലിസാനിഹി വഅഖ്ലിഹി ഫൈദാ മനഹല്ലാഹുൽ അബ്ദ ഖൽബൻ ഹാഫിളാ വലിസാനൻ ലാഫിളാ ഫഖദ് ഇസ്തജാദ ലഹുൽ ഹില്യാ. ഒരു വ്യക്തിയായി പരിഗണിക്കപ്പെടുന്നത്, ഒരു മനുഷ്യനായി പരിഗണിക്കപ്പെടുന്നത് രണ്ട് ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്ന് ഇൽമു സൂക്ഷിച്ചു വെക്കുന്ന മനസ്സുകൊണ്ട്, മറ്റൊന്ന് ഇൽമു പ്രതിപാദിക്കുന്ന നാക്കുകൊണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ ബോധി തീർന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മോനോട് വീണ്ടും ആവശ്യപ്പെട്ടു, മോനെ, ഇനിയും ഉപദേശം വേണം. നീ എന്ന കുഞ്ഞു മോനിൽ വിജ്ഞാനത്തിൻ്റെ ഔഷധം ഇനിയും ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇനിയും വേണം എനിക്ക്. ആ ചെറിയ കുട്ടി വീണ്ടും പറയാൻ തുടങ്ങി, ഇന്ന ഉനാസൻ ഖദ് ഗറഹും ഹിൽമുല്ലാഹി അൻഹും വതൂലു അമലിഹിം വഹുസ്നു സനാഇൻ നാസി അലൈഹിം ഫലാ യഗുറന്നക ഹിൽമുല്ലാഹി അൻക വതൂലു അമലിക വഹുസ്നു സനാഇൻ നാസി അലൈക ഫതസില്ല ഖദമുക.
ആ ചെറിയ കുട്ടി ഇങ്ങനെ ഉപദേശിച്ച് ഇങ്ങനെ പോകുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുത പരതന്ത്രനായി വിസ്മയത്തോട് ആശ്ചര്യത്തോടുകൂടി ആരോടോ ചോദിച്ചു, ഏതാണ് ആ കുട്ടി, ഏത് കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്, ആ കുട്ടിക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. ആരോ പറഞ്ഞു 9 അല്ലെങ്കിൽ 10 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. എന്നിട്ട് വിശദീകരണം കൊടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട കുഞ്ഞുമോനാണത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട കുഞ്ഞുമോനാണത്. ഇത് കേട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ആ വൃക്ഷത്തിൽ നിന്ന് അത്തരമൊരു ഫലം ഉത്ഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മാതാപിതാക്കളാകുന്ന, രക്ഷിതാക്കളാകുന്ന, രക്ഷകർത്താക്കളാകുന്ന വടവൃക്ഷത്തിൽ നിന്ന് സുഹൃതമുള്ള വടവൃക്ഷമാണെങ്കിൽ നന്മയുടെ ഫലങ്ങൾ ലോകത്തിന് അനുഭവിക്കാൻ കഴിയും. അല്ലാഹുവേ, ഈ സദസ്സ് അല്ലാ ഞങ്ങൾക്ക് ഉന്മേഷത്തിൻ്റെ സദസ്സാക്കണേ അല്ലാ. മക്കൾക്ക് നന്മയുടെ വാക്കുകൾ പറഞ്ഞു കൊടുക്കാനുള്ള ഊർജം ലഭിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ സ്വീകരിക്കണേ റബ്ബേ. സഹോദരന്മാരെ, സഹോദരിമാരെ, ധാരാളം കാലം ജീവിക്കേണ്ടവരല്ല നമ്മളെല്ലാവരും ഇവിടെ. ഏക കഴിയില്ല പരൻ വിധിച്ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ഏതു സമയത്താണ് ഈ ലോകത്തോട് വിട പറയുന്നത് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. കുറഞ്ഞ കാലം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വിശാലമായ മനസ്സോടുകൂടെ, വിനയത്തോടുകൂടെ, ദയാദാക്ഷിണ്യത്തോടുകൂടെ നല്ല ജീവിതം ക്രമീകരിക്കാൻ ഇതുപോലെയുള്ള സദസ്സുകൾ നിമിത്തമാവണം. അതിന് മരണത്തെ നന്നായി ചിന്തിക്കണം. ആണ്ടനുസ്മരണങ്ങളിലേക്ക് വരുമ്പോൾ ചിന്തിക്കേണ്ട പല ചിന്തകളിൽ ഒരു ചിന്തയാണ്, ഞാനും മരിക്കണല്ലോ. ആരും മരിക്കും, ആണും മരിക്കും, പെണ്ണും മരിക്കും, സയ്യിദും മരിക്കും, സയ്യിദല്ലാത്തവരും മരിക്കും, വലിയും മരിക്കും, നബിയും മരിക്കും, രോഗമുള്ളവരും രോഗമില്ലാത്തവരും ആരും ലോകത്തോട് വിട പറയും. ഞാനും ലോകത്തോട് വിട പറയേണ്ടവനാ, ഞാനും ലോകത്തോട് വിട പറയേണ്ടവളാ എന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിൽ വരണം, നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. ആ ചിന്ത ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മോതിരക്കല്ലിൽ കൊത്തിവെച്ചു. കഫാ ബിൽ മൗതി വാഇളൻ യാ ഉമറു, കഫാ ബിൽ മൗതി വാഇളൻ യാ ഉമറു, കഫാ ബിൽ മൗതി വാഇളൻ യാ ഉമറു. ഒരു ഉപദേശകൻ്റെ ഉപദേശത്തെക്കാളേറെ, ഒരു എഴുത്തുകാരൻ്റെ എഴുത്തിനേക്കാളേറെ, ഒരു ലേഖകൻ്റെ ലേഖനത്തെക്കാളേറെ, ഒരു പ്രഭാഷകൻ്റെ പ്രഭാഷണത്തെക്കാളേറെ, ഒരു അവതാരകൻ്റെ അവതരണത്തെക്കാളേറെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് ആരാൻ്റെ മരണമാണ് ഉമറേ, ആരാൻ്റെ മരണമാണ് ഉമറേ എന്നൊരു വലിയ വരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്നു. ഒരു ഉണർവുണ്ടാവാൻ വേണ്ടി മോതിരക്കല്ലിൽ ചിന്തിപ്പിക്കുന്ന വരികൾ കൊത്തിവെക്കുന്നത് പൂർവികരായ മഹാന്മാരുടെ ശൈലിയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചത് നിഅമൽ ഖാദിറു അല്ലാഹ്, എന്തിനും ഏതിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൻ്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചത് ആമൻതു ബില്ലാഹി മുഖ്ലിസാ, ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചിരിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൻ്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചത് അൽ മലികു അല്ലാഹ്, എന്തിനും ഏതിനും കഴിവുള്ളവൻ സർവാധികാരി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു തൻ്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചത് അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ്, എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ്.
അതുപോലെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വന്തം മോനോട് മോതിരക്കല്ലിൽ കൊത്തിവെക്കാൻ പറഞ്ഞത് റഹിമല്ലാഹു ഇംറഅൻ അറഫ ഖദറ നഫ്സിഹി, സ്വന്തം നിലവാരം മനസ്സിലാക്കിയവന് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ഇങ്ങനെ മോതിരക്കല്ല് ഉപയോഗപ്പെടുത്തി ചിന്തോദ്ദീപകമായ വചനങ്ങൾ എഴുതി വെക്കുന്ന ശീലം പൂർവീകരായ മഹാന്മാർക്കുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മോതിരക്കല്ലിൽ കുത്തിവെച്ചത് കഫാബിൽ മൗതി വാഇളൻ യാ ഉമറു, കഫാബിൽ മൗതി വാഇളൻ യാ ഉമറു, ദീർഘനേരമുള്ള പ്രഭാഷണത്തെക്കാളും ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് ആരാൻ്റെ മരണമാണ് ഉമറേ. ഹദീസിൽ വന്നത് കാണാം, അയ്യുമാ മുസ്ലിമീൻ ഷഹിദ ലഹു അർബഅത്തുൻ ബിഖൈരിൻ അദ്ഖലഹുല്ലാഹുൽ ജന്ന. ഒരാൾ ലോകത്തോട് വിട പറഞ്ഞു. ആ വിട പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ച് 4 ആളോ 4 വിഭാഗങ്ങളോ, 3 ആളോ 3 വിഭാഗങ്ങളോ, 2 ആളോ 2 വിഭാഗങ്ങളോ, ഒരു വ്യക്തിയോ ഒരു വിഭാഗമോ, ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറയാൻ കഴിഞ്ഞാൽ, ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങൾ എടുത്തു പറഞ്ഞാൽ ആ വിട പറഞ്ഞ മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന് ഉറപ്പിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയതാണ്, ഒരു മനുഷ്യൻ്റെ മരണാനന്തരം 4 ആളെങ്കിലും ഒരുമിച്ചുകൂടി, അല്ലെങ്കിൽ 3 ആൾ, അല്ലെങ്കിൽ 2 ആൾ, അല്ലെങ്കിൽ 1 ആൾ, അല്ലെങ്കിൽ 4 വിഭാഗങ്ങൾ, അല്ലെങ്കിൽ 3 വിഭാഗങ്ങൾ, അല്ലെങ്കിൽ 2 വിഭാഗങ്ങൾ, അല്ലെങ്കിൽ ഒരു വിഭാഗം, ആ മരിച്ച മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങൾ എടുത്തു പറഞ്ഞാൽ ആ വിട പറഞ്ഞ മനുഷ്യൻ പരലോക ജീവിതത്തിൽ സുഖിക്കുകയാണെന്ന് ഉറപ്പിച്ചോളൂവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ വിട പറഞ്ഞാലും ഇതുപോലെ ആളുകൾ നന്മ പറയുന്ന, സുഹൃതങ്ങൾ പങ്കുവെക്കുന്ന, ദുആ ചെയ്യുന്ന, ഹദിയ ചെയ്യുന്ന മനോഹരമായ ജീവിതം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, മനോഹരമായ ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈമാനിൻ്റെ കനം വേണം. അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം ഈമാനിൻ്റെ കനം കൂട്ടുന്ന കാര്യമാണ്. വിശുദ്ധമായ ഖുർആനിൽ ഈമാനിന് കനം കൂട്ടുന്ന ധാരാളം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഈമാനിന് കനം കൂട്ടുന്ന ധാരാളം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ഒരു ഭാഗത്ത് നേതൃനായകരെ സംബന്ധിച്ച്, സിയാദത്തിൻ്റെ ഉടമകളായ ആളുകൾക്ക് വിധേയത്വം കാണിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. അഥവാ യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ഒരു കൂട്ടം ആയത്തുകളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇനാ വഖൂലു ൻദുർനാ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ. ഇങ്ങനെ യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ട് ഈമാനിന് കനം കൂട്ടുന്ന ധാരാളം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിലൊന്നാണ് യാ അയ്യുഹല്ലദീന ആമനു. ഈമാനുള്ളവരെ, ഈമാനിന് കനം കൂട്ടാൻ, ഈമാനിന് പ്രവൃത്തി ഉണ്ടാവാൻ, ഈമാനിന് വർധനവുണ്ടാവാൻ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും, അഥവാ അള്ളാഹുവിനെ അനുസരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്ന് അമ്രുடைய ആളുകൾ, നേതൃനായകർ, സിയാദത്തുടയവരാരോ അവർക്കും നിങ്ങൾ വിധേയപ്പെടണം. ആ വിധേയപ്പെടുന്നത് ഈമാനിന് കനം കൂട്ടുന്ന കാര്യമാണെന്ന് പറയാതെ പറയുന്നുണ്ടായത്ത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാനിന് കനം നൽകണേ അല്ലാ. ഈമാനിന് ക്ഷയം വരുന്ന കാലമാണിത്. ബിദ്അത്തിന്റെ പേരിലോ, നവീനവാദത്തിൻ്റെ പേരിലോ, യുക്തിവാദത്തിൻ്റെ പേരിലോ, നിരീശ്വരവാദത്തിൻ്റെ പേരിലോ, ഭൗതികവാദത്തിൻ്റെ പേരിലോ, ശിർക്ക് കുഫറിൻ്റെ പേരിലോ, അവിശ്വാസത്തിൻ്റെ പേരിലോ ഈമാനിന് ക്ഷയം വരാൻ എളുപ്പമുള്ള കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഹദീസിൽ വന്നത് കാണാം, ബാദിറു ബിൽ അമാലി ഫിതന കഖിതഇൽ ലൈലിൽ മുള്ളിമി യുസ്ബിഹുർ റജുലു മുഅ്മിനാ വയുംസി കാഫിറാ വയു
ويمسي مؤمنا ويصبح كافرا ويبيع أحدكم دينه بعرض من الدنيا صدق رسول الله صلى الله عليه وسلم അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയാണ്, ഈമാനിനെ ക്ഷയിപ്പിക്കുന്ന, ഈമാനിൻ്റെ കനം കുറക്കുന്ന, ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന എത്രയോ ഫിത്നകളും ചിന്താധാരകളും കടന്നു വരാനിരിക്കുന്നു സ്വഹാബ. രാവിലെ ഈമാനുള്ളവന് വൈകുന്നേരമാകുമ്പോഴേക്ക് ഈമാന് നഷ്ടപ്പെടുന്നത് കാണാം. വൈകുന്നേരം ഈമാനുള്ളവർക്ക് രാവിലെയാകുമ്പോഴേക്ക് ഈമാന് നഷ്ടപ്പെടുന്നത് കാണാം. യബീഉ അഹദുക്കും ദീനഹു ബിഅർളിൻ മിനദ് ദുനിയാ. ചില ആളുകളുണ്ട് ദുനിയാവിൻ്റെ നക്കാപ്പിച്ച ആനന്ദത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, പരമാനന്ദത്തിന് വേണ്ടി ദീനിനെ തീരെഴുതി കൊടുക്കുന്ന, ഈമാനിനെ തീരെഴുതി കൊടുക്കുന്ന ഗുരുതരമായ കാലവും വരാനിരിക്കുന്നു സ്വഹാബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിൻ്റെ ക്ഷയത്തെ സംബന്ധിച്ച്, ഈമാൻ ശുഷ്കിച്ചു പോകുന്നതിനെ സംബന്ധിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, ആദരിക്കേണ്ടതിനെ ആദരിച്ച് ഈമാനിന് കനം കൂട്ടാൻ തൗഫീഖ് നൽകണേ റബ്ബേ. നബി